വഖഫ് വിഷയം ഇപ്പോൾ മുനമ്പത്തെ അടക്കം വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു. പക്ഷേ ഇങ്ങനൊരു പ്രശ്നം അനുഭവിക്കുന്ന ക്രൈസ്തവ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഈ ലത്തീൻ വിഭാഗം, അവരുടെ ബിഷപ്പ് തന്നെ ഈ നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ ഒരു വർഗീയ കളിയാണ് എന്നൊക്കെ പറയുന്നു. ഈ പ്രശ്നം അനുഭവിക്കുന്നവരൊന്നും തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഞങ്ങൾ ഇങ്ങനൊരു പ്രശ്നം നേരിടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി നൽകുന്നില്ല. അപ്പോൾ പരാതി ഒന്നും നൽകാതെ ഇത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഉത്തരവാദിത്വം അവർ ചെയ്തോളും, പക്ഷേ ഞങ്ങളെ ചതിച്ച കോൺഗ്രസിനൊപ്പം വോട്ട് ചെയ്ത് ഞങ്ങൾ നിൽക്കും, ഞങ്ങളെ ചതിക്കാൻ കൂട്ടുന്ന CPM-നൊപ്പം ഞങ്ങൾ നിൽക്കും എന്ന നിലപാട് അവർ സ്വീകരിക്കുന്നു. എന്തിന് നിയമസഭയിലെ MLA-മാരോട് പോലും പരസ്യമായി ഈ ജനത ഈ വഖഫിനെതിരെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്നൊന്നും പരസ്യമായി പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു കള്ളക്കളി നടക്കുന്നില്ലേ? കള്ളക്കളിയല്ല. ഈ മുനമ്പത്ത് കൂടുതൽ ക്രിസ്ത്യാനികളാണ് എന്നുള്ള ഒരു വിഷയത്തിലാണല്ലോ സഭ ഇതിലിടപെട്ട്. മുഴുവൻ ക്രിസ്ത്യാനികളല്ല, ബട്ട് മെജോറിറ്റി ക്രിസ്ത്യൻസാണ്. അതിനകത്തൊരു പള്ളിയും ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പരിണാമം എങ്ങനെയാകുമെന്ന് സഭയ്ക്ക് വലിയ ആശങ്കയുണ്ട്. ഇതിൻ്റെ രാഷ്ട്രീയമായ ഗുണം BJPക്ക് കിട്ടരുത് എന്ന് സഭ ആഗ്രഹിക്കുന്നു. എന്നാൽ സഭയിലെ കുറച്ച് പേര് അവർക്ക് ഗുണം കിട്ടിയാലെന്താ, അവർ മാത്രമല്ലേ നമ്മളെ പിന്തുണയ്ക്കുന്നവരുള്ളൂ എന്നും ചോദിക്കുന്നവരുണ്ട്. ആ ഒരു ചിന്താക്കുഴപ്പത്തിൽ നിന്നാണ് രാഷ്ട്രീയ രംഗത്ത് ഇതുപോലത്തെ ഈ സംസാരമൊക്കെ ഉണ്ടാകുന്നത്. ബട്ട് ഫലത്തിൽ മുനമ്പൻ സമരത്തിൽ നേരിട്ട് പോയി പങ്കെടുത്താൽ നമുക്ക് മനസ്സിലാകും, അവർ ഇതിൻ്റെ രാഷ്ട്രീയ ഫലമൊന്നും അവർ കണക്ക് കൂട്ടുന്നില്ല. അവർക്ക് അവരുടെ ഭൂമിയെ സംരക്ഷിക്കണം, അതിൻ്റെ രാഷ്ട്രീയ ഗുണം ആർക്ക് പോകുമെന്ന് നോക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് അവരുടെ നിലപാട്. അത് പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ റാഫേൽ തട്ടിൽ അദ്ദേഹം പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതല്ലാതെ വ്യത്യസ്തമായ ചില പ്രസ്താവനകളും വന്നിട്ടുണ്ട്. BJP ഇതിൽ മുതലെടുക്കാൻ നോക്കുന്നു, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഈ പൊളിറ്റിക്കൽ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ്. കക്ഷത്തിൽ ഇരിക്കുന്നത് പോകാതെ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കണം. ഇതാണ് സഭയിൽ ചിലരെങ്കിലും ആഗ്രഹിക്കുന്നത്. അത് നടക്കാതെ വരുമ്പോൾ അതിൻ്റെ ഫ്രസ്ട്രേഷൻ, അതിൻ്റെ ചില പ്രസ്താവനകളൊക്കെ വരുന്നതേ ഉള്ളൂ. പിന്നെ പ്രധാനമന്ത്രിക്ക് ഇവർ നിവേദനം കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വലിയ കാര്യമൊന്നുമല്ല. പ്രധാനമന്ത്രിക്ക് എത്രയോ പേര് നിവേദനം കൊടുക്കുന്നു. വഖഫ് വിഷയത്തിൽ ഒരു നിവേദനം കൊടുത്ത് ഇത് പരിഹരിക്കാനും സാധ്യമല്ല. വെറുതെ ഒരു നിവേദനം കൊടുത്തിടാമെന്നുള്ളതല്ലാതെ ഇത് പരിഹരിക്കാൻ സാധ്യമല്ല. അതുപോലെ MLA-മാരോട് പറയുന്നു. MLA-മാരോട് പറയുമ്പോൾ അവർ പൊളിറ്റിക്കലി ബാക്ക് ഫുട്ടിലാകും, അവർക്ക് ഉത്തരമില്ലാതെയാകും. അവരെ ഉത്തരം മുട്ടിക്കാം എന്നുള്ളതല്ലാതെ വഖഫ് പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ലല്ലോ. അത് ഇവരെ MLA-മാരെ ഉത്തരം മുട്ടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം BJPക്ക് കിട്ടും എന്ന് വീണ്ടും ഭയപ്പെടുന്നു. അപ്പോൾ കുറച്ച് പേര് വേണ്ട അതൊന്നും പറയാൻ പോകണ്ട, നമുക്ക് നമ്മുടെ ഭൂമി സംരക്ഷിച്ചാൽ മതി, വെറുതെ രാഷ്ട്രീയമൊന്നും കളിക്കാൻ പോകണ്ട. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയം കളിച്ചാൽ ഗുണം BJPക്ക് പോകും, രാഷ്ട്രീയം കളിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ സ്വന്തം ഭൂമി നഷ്ടപ്പെടും. ഈ ഒരു ധർമ്മസങ്കടം കുറച്ച് പേർക്കെങ്കിലും ഉണ്ട്. പക്ഷേ മുനമ്പത്തെ ആൾക്കാർക്ക് അതില്ല കേട്ടോ. മുനമ്പത്തെ ഒരൊറ്റ മനുഷ്യനും അതില്ല. അവരിതിൻ്റെ രാഷ്ട്രീയ ഫലം ആർക്ക് കിട്ടും, ഗുണം കിട്ടും, അതൊന്നും അവർ നോക്കാറില്ല. അപ്പോൾ ഈ ക്രോസ് ആയിട്ടുള്ള പ്രസ്താവനകൾ വരുന്നതിൻ്റെ കാര്യം രാഷ്ട്രീയമായ ചിന്താക്കുഴപ്പമാണ്. അത് കുറേ ദിവസം കൂടെ നിൽക്കും. അല്ല, നിലവിൽ MP-മാർ ഈ സഭ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെന്നേച്ച് പറയുന്നു വഖഫിൻ്റെ ഈ കാര്യങ്ങൾ, ഈ റിപ്പോർട്ടൊന്നും സഭയിൽ വെക്കരുതെന്ന് പറയുന്നു. അപ്പോൾ കേരളത്തിൽ നിന്ന് പോയ MP-മാരുടെ അടുത്തെങ്കിലും ഇവിടുത്തെ ജനങ്ങൾക്ക് ചോദിച്ചുകൂടെ, എന്തുകൊണ്ടാണ് ഈ വഖഫുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒരു ഇരട്ടത്താപ്പ് കാണിക്കുന്നത്? അതെന്താ ചോദിക്കാൻ മടിക്കുന്നത്? അത് ഇത് തന്നെ കാര്യം. ഗുണം BJPക്ക് കിട്ടും എന്നുള്ള പേടി, അതാണ് ചോദിക്കാൻ മടി. ഈ BJPക്ക് ഈ പറയുന്ന വഖഫിൻ്റെ പ്രശ്നം ഉണ്ടായ മുനമ്പത്ത് നിന്നോ, അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്നോ, അല്ലെങ്കിൽ ചെല്ലാനത്ത് നിന്നോ ഒന്നും പറയുന്ന വലിയ വോട്ട് ബാങ്കോ വലിയ പിന്തുണയോ ഒന്നും കിട്ടുന്നില്ല. പിന്നെ നരേന്ദ്രമോദി സർക്കാർ എന്തിനാണ് ഇത്രയും ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്, ജനങ്ങളെ ഇങ്ങനെ പിന്തുണയ്ക്കുന്നത് എന്തിനാണ് എന്ന രീതിയിലാണോ ചർച്ച പോകുന്നത്? ഇല്ല, ഈ നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്ന ഭേദഗതി മുനമ്പത്തെ ബാധിക്കുകയില്ല. ഭേദഗതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കി അത് ആക്ടിൻ്റെ ഭാഗമാകുമ്പോൾ ആ ഡേറ്റ് മുതലാണ് ആ ഭേദഗതി ബാധകമാകുന്നത്. അതിന് മുമ്പ് സംഭവിച്ച കാര്യത്തിന് ഈ ഭേദഗതി ബാധകമാവില്ല. അതുകൊണ്ട് മുനമ്പം പ്രശ്നം പാർലമെൻറ്റിൽ വരാൻ പോകുന്ന ഭേദഗതി കൊണ്ട് നിങ്ങൾക്ക് തടയാൻ പറ്റില്ല, ഇല്ലാതാക്കാനും പറ്റില്ല.
മുനമ്പം പ്രശ്നത്തിന് വേറെ പരിഹാരം കണ്ടുപിടിക്കണം. മുനമ്പം മാത്രമല്ല, ഈ ഭേദഗതിക്ക് മുമ്പ് എവിടെയൊക്കെ എന്തൊക്കെ ക്ലെയിം നടന്നിട്ടുണ്ടോ അതൊന്നും തന്നെ ഈ ഭേദഗതിക്ക് വിധേയമാവില്ല. പാസ്സാകുന്ന ദിവസം മുതലല്ലേ ഒരു നിയമം നടപ്പിലാകുന്നത്. അത് ബാക്ക് ഡേറ്റ് ഇട്ടൊരു നിയമം പാസ്സാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മുനമ്പത്തെ സമയത്തോളം ഇപ്പോൾ പാർലമെൻറ്റിൽ വന്ന ഭേദഗതി പാസ്സായാലും ആയില്ലെങ്കിലും മുനമ്പത്തെ പ്രശ്നം ഇതുപോലെ തുടരും. അതിന് പരിഹാരം വേറെ തന്നെ കണ്ടുപിടിക്കണം. അത് മുനമ്പമായാലും പാലക്കാടായാലും വയനാടായാലും ഒക്കെ അതിന് വേറെ പരിഹാരം കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഈ ഭേദഗതി അതിനൊന്നും പരിഹാരമാവില്ല. ഇപ്പോൾ JPCയിൽ ഈ ചർച്ച ഇനിയും നടക്കട്ടെ, അതായത് ഇനി അടുത്ത ബജറ്റ് സമ്മേളനമാകുമ്പോൾ ഇത് വീണ്ടും പരിഗണിക്കാം എന്ന് പറയുന്നു. അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ഇനി തങ്ങളുടെ ഭൂമി നഷ്ടപ്പെടും, തങ്ങളുടെ സ്വത്തിന് മേൽ അവകാശമായി വഖഫ് വരും. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ലോ, തമിഴ്നാട്ടിലെ 1500 വർഷം പഴക്കമുള്ള ക്ഷേത്രം, അതുപോലെ കർണാടകയിൽ വന്നു, ഉത്തർപ്രദേശിൽ വന്നു. അപ്പോൾ ഇവിടെ എല്ലാം ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇതിനകത്തൊരു തീരുമാനം എടുക്കാതെ വൈകിപ്പിച്ചുകൊണ്ട് പോകുന്നത്? ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഇതൊരു ഡേഞ്ചറസ് ഭേദഗതിയാണെന്ന് കേന്ദ്ര സർക്കാരിനും അറിയാം. പെട്ടെന്ന് ഹിന്ദു വിഭാഗത്തിൻ്റെ രോഷം തണുപ്പിക്കാനായിട്ട് ഒരു ഭേദഗതി കൊണ്ടുവരിക, എന്നിട്ടത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിടുക. സാധാരണ ഇതിൽ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടാൽ 2-3 വർഷം കഴിഞ്ഞാണ് അതിൻ്റെ റിപ്പോർട്ട് വരുന്നത്. അപ്പോഴത്തേക്ക് ഈ പ്രശ്നം എല്ലാം തണുക്കുക, വേറെ എന്തെങ്കിലും വഷളാകുക, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഏതായാലും തൽക്കാലം ഈ പരിഹാരം ഉണ്ടാക്കി അവിടെ ഇട്ടേക്കുന്നു. ഈ പറഞ്ഞ കൊമ്പന്മാരെല്ലാം കൂടെ പറഞ്ഞതെന്താ, വഖഫ് ഭേദഗതി 1 മാസത്തിനുള്ളിൽ പാസ്സാകും. ഒറ്റ മാസമാണ് JPCക്ക് സമയം കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ 1 മാസം കൂടെ നീട്ടിക്കൊടുത്തു. ഇപ്പം അടുത്ത സമ്മേളനം വരെ നീട്ടിക്കൊടുത്തു. ഇതിങ്ങനെ നീട്ടിക്കൊടുത്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു ദിവസം റിപ്പോർട്ട് വരും, അപ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും സംഭവിക്കും. ഇതൊക്കെയാണ് രാഷ്ട്രീയത്തിലെ പോക്ക്, നീട്ടിവയ്ക്കുക. ഇപ്പോൾ പിണറായി വിജയൻ ചെയ്ത് കണ്ടില്ലേ. ഇപ്പോൾ ഒരു ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ കമ്മീഷനെ വെച്ചു. പിന്നെ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ശരി, കമ്മീഷൻ റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാം. കമ്മീഷന് 3 മാസത്തെ കാലാവധിയാണ്. ആ കാലാവധി ഒരു 3 മാസം കൂടെ നീട്ടും, അല്ലെങ്കിൽ 6 മാസം കൂടെ നീട്ടും. അപ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഇതിന് ഇംഗ്ലീഷിൽ ടൈം വിൽ സോൾവ് ദ പ്രോബ്ലം എന്ന് പറയും. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ മേശപ്പുറത്ത് ഒരു കടലാസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് എങ്ങനെ തീരുമാനിച്ചാലും അത് കുഴപ്പമാണ്. അപ്പോൾ അവരതെടുത്തിട്ട് ട്രേയിൽ വയ്ക്കും, ഒരു പേപ്പർ വെയിറ്റും വയ്ക്കും, ഒരാക്ഷനും എടുക്കില്ല. ഒരു 4-5 മാസം കഴിയുമ്പോൾ അത് തന്നെ അങ്ങ് സോൾവ് ആയിക്കോളും. വേറെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് അതങ്ങ് സോൾവ് ആകും. ടൈം വിൽ സോൾവ് ദ പ്രോബ്ലം. പലപ്പോഴും ടൈം കൊണ്ട് പ്രശ്നം വഷളാവുകയും ചെയ്യാറുണ്ട്. വഷളാകുമ്പോൾ ആ വഷളായ സമയത്തെ ഒരു സൊല്യൂഷൻ ഉണ്ടാകും. അങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയക്കാർ പ്രശ്നങ്ങൾ തീർക്കുന്നത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇത് 10 മിനിറ്റ് കൊണ്ട്, അതായത് വഖഫ് ബോർഡിൻ്റെ ക്ലെയിം വിഡ്രോ ചെയ്യാൻ മുൻപത്തെ കഴിഞ്ഞു. ഫറൂഖ് കോളേജിൻ്റെയാണ് ഭൂമിയെന്ന് വഖഫ് ബോർഡ് സമ്മതിക്കുക. ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണ് എന്നുള്ള കാര്യം അവിടെ താമസിക്കുന്നവരും സമ്മതിക്കുന്നുണ്ട്. ഫറൂഖ് കോളേജിൽ നിന്ന് കാശ് കൊടുത്താണ് അവർ വാങ്ങിച്ചത്. അപ്പോൾ എവറിത്തിങ് ഫോൾസ് ഇൻ ലൈൻ. അതോടെ പ്രശ്നം തീർന്നു. അങ്ങനെ തീർക്കാതിരിക്കാൻ കാരണം അതിൻ്റെ ഗുണം ആർക്ക് പോകും എന്നുള്ള നോട്ടം നോക്കിയിട്ടാണ്. അതിൻ്റെ പേരിൽ വോട്ട് എത്ര നഷ്ടപ്പെടും എന്ന് നോക്കിയിട്ടൊക്കെയാണ്. അതുകൊണ്ട് തീരുമാനമാകാതെ ഇങ്ങനെ പോവുകയാണത്. ഇതൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിലും സംഭവിക്കുന്നു. ഇപ്പം വഖഫിൻ്റെ പ്രശ്നത്തിനെതിരെ മുനമ്പത്ത് സമരം നടത്തിയപ്പോൾ അവിടെ എത്തിയ ഏക സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പാലക്കാട്ടെ C. കൃഷ്ണകുമാറായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താ, അദ്ദേഹം പരാജയപ്പെട്ടു. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നത് കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ CPM ആണ് എന്നുള്ള ചിന്ത എല്ലാ കാലത്തും. ഈ ഒപ്പം നിന്നു എന്ന് വിചാരിച്ചിട്ടൊന്നും ആരും വോട്ട് ചെയ്യില്ല. വോട്ട് ചെയ്യുന്നത് വേറെ പല ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്. ഒരു ആപത്ത് വന്നപ്പോൾ സിനിജി എനിക്കൊരു 1000 രൂപ തന്ന് സഹായിച്ചു എന്ന് വിചാരിച്ചിട്ട് തിരഞ്ഞെടുപ്പിൽ നിന്നാൽ ഞാൻ വോട്ട് ചെയ്യണമെന്നില്ല. 1000 രൂപ ഞാൻ തിരിച്ചും കൊടുത്തു. ആദ്യം ശരി, ആപത്തിൽ സഹായിച്ചതിൻ്റെ നന്ദിയൊക്കെ എനിക്കുണ്ട്. എന്ന് വെച്ചാൽ MLA ആകാനൊന്നും ആ മനുഷ്യൻ പ്രാപ്തനല്ല. നിങ്ങൾക്കൊരു എലിജിബിലിറ്റി ഉണ്ടോ? BJP പലപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നം അതാണ്. നിങ്ങൾക്ക് നിയമസഭയിൽ പോകാനുള്ള എലിജിബിലിറ്റി ഉണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ BJP പലപ്പോഴും പരാജയപ്പെടുന്നു. കാടവച്ച് ബഹളം വെച്ചൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പ്രചരണം നടത്തി എന്ന് വിചാരിച്ചിട്ട് ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടണമെന്നില്ല. അങ്ങേരെ നിയമസഭയിൽ പോകാൻ യോഗ്യനാണെന്ന് ജനങ്ങൾക്ക് ബോധ്യം വരണം. ഈ കൃഷ്ണകുമാർ യോഗ്യനല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ജനങ്ങളുടെ വിലയിരുത്തലിൽ
കൃഷ്ണകുമാറിനേക്കാൾ അതിന് പറ്റിയ ആൾ രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് കണ്ടു. അവർ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്തു. ഇതപ്പോൾ ബി ജെ പി സ്വയം ഉയർന്നു വരണം കുറേ കൂടെ. ഇപ്പോൾ ബി ജെ പി ഒരു ത്രഷോൾഡ് ലെവലിലാണ്, വിജയത്തിൻ്റെ അരികിൽ വരെയൊക്കെ എത്തിയിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ എടുത്തു കഴിയുമ്പോൾ അവർക്ക് ജയിക്കാൻ പറ്റും. അല്ലാതെ പന്തൽ സന്ദർശിച്ചു, ഐക്യദാർഢ്യം അതുകൊണ്ടൊന്നും മുനമ്പത്ത് ഇത് ചെയ്തുകൊണ്ട് പാലക്കാട് ക്രിസ്ത്യാനികൾ അങ്ങോട്ട് ഓട്ടി, അതൊക്കെ വെറും ദിവാസ്വപ്നങ്ങളാണ്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങനെയല്ലേ? നമ്മളൊരാൾക്കൊരു സഹായം ചെയ്തു കൊടുത്താൽ അതിൻ്റെ ഗുണഫലം എന്ന നിലയിൽ നമുക്ക് വോട്ട് കിട്ടുക, നമ്മുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുക, അങ്ങനെയൊക്കെ ഒരു ചിന്ത രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാകുന്നത് തെറ്റാണോ? തെറ്റൊന്നുമില്ല അതിൽ. പക്ഷേ എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. അതാണ്, ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നിങ്ങൾ അവരെ സഹായിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ച് സഹായിക്കും. ഇപ്പോൾ മോദിയുടെ വിഖ്യാതമായ കഴിഞ്ഞ ഇലക്ഷനിൽ ഒക്കെ ഉണ്ട് 100% ഈ ഉജ്ജ്വല യോജന, PMAY, ആയുഷ്മാൻ ഭാരത്, ഇതിൻ്റെയൊക്കെ ഗുണം 100% കിട്ടിയ ഗ്രാമത്തിൽ BJP കിട്ടിയ വോട്ട് വട്ടപ്പൂജയാണ്. അവർ മമതാ ബാനർജിക്ക്, സമാജ്വാദി പാർട്ടിക്കൊക്കെ വോട്ട് ചെയ്യും. കാരണം അവർ BJPയുടെ വോട്ടർമാരല്ല. പൊതുവേ ഇന്ത്യൻ മുസ്ലിങ്ങൾ BJPയെ ഭയക്കുന്നു, BJPയെ വെറുക്കുന്നു. അവർക്ക് ഞാൻ ഗ്യാസ് തരാം, പ്രൊമോഷൻ തരാം, ജോലി തരാം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അവർ മേടിക്കും. പക്ഷേ വോട്ട് ചെയ്യുമ്പോൾ അവർ കോൺഗ്രസ്സിനോ സമാജ്വാദി പാർട്ടിക്കോ ചെയ്യും. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ആ സിറ്റുവേഷൻ മാറ്റിയെടുക്കാൻ നല്ലൊരു രീതിയിൽ മോദിക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ അത് മുഴുവൻ മാറിയിട്ടില്ല ഇതുവരെ. ഈ ഹൈന്ദവരെയും ക്രൈസ്തവരെയുമാണ് ഏറ്റവും കൂടുതൽ ഈ മുനമ്പത്തെ പ്രശ്നം മുനമ്പത്തെ അല്ല വഖഫ് പ്രശ്നങ്ങൾ ബാധിക്കുന്നത്. മുസ്ലിം വിഭാഗത്തെ അങ്ങനെ ബാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ക്രിസ്തീയ ഹൈന്ദവ വിഭാഗങ്ങൾ ഒടുവിൽ ഗത്യന്തരമില്ലാതെ മോദി ഞങ്ങളെ രക്ഷിക്കണം, അല്ലെങ്കിൽ BJP ഞങ്ങളെ രക്ഷിക്കണം, അപ്പോൾ മാത്രമേ വഖഫ് ഭേദഗതി ചെയ്യുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. വഖഫ് ഭേദഗതി അതിനു മുമ്പൊക്കെ ചെയ്തെന്ന് വരും. പക്ഷേ വഖഫ് ഭേദഗതിയും വഖഫ് ദുരിതത്തിന് ഒരു പരിഹാരമൊന്നുമല്ല. വഖഫിൻ്റെ ദുരിതം മാറണമെങ്കിൽ വഖഫ് ആക്ട് അബോളിഷ് ചെയ്യണം. ആക്ട് തന്നെ എടുത്ത് കളയണം. അതല്ലാതെ ഏത് രൂപത്തിൽ ഈ ആക്ട് നിന്നാലും ഇത് ഡേഞ്ചറാണ്. ഒരു പാരലൽ ഗവൺമെൻറ്റാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ തവണത്തെ P. രാജീവിൻ്റെ പത്രസമ്മേളനത്തിൽ നിന്ന് മനസ്സിലാകും. ഈ കമ്മീഷനെ വയ്ക്കാൻ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തി. രാജീവ് അതിൽ പറഞ്ഞു, ഞങ്ങൾക്ക് വഖഫ് ബോർഡിനോട് പറയാനല്ലേ പറ്റുള്ളൂ, ചെയ്യണോ വേണ്ടതെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. അത് പാരലൽ ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് നിയമമന്ത്രിക്ക് പറയാൻ പറ്റും, പക്ഷെ മറ്റേ ആൾ ചെയ്യണമെന്നൊന്നുമില്ല, അനുസരിക്കണമെന്നില്ല. ഇതാണ് വഖഫ് ആക്ട്. ആ വഖഫ് ആക്ട് സമ്പൂർണ്ണമായിട്ട് അബോളിഷ് ചെയ്താൽ മാത്രമേ ഈ ദുരിതം അവസാനിക്കുകയുള്ളൂ. അല്ലാതെ ഭേദഗതി കൊണ്ടൊന്നും ചെറിയൊരു ആശ്വാസം കിട്ടും എന്നേ ഉള്ളൂ. ചില സംസ്ഥാനങ്ങളൊക്കെ വഖഫിലെ അംഗങ്ങളെ എടുത്തു മാറ്റി, എന്നിട്ട് പത്രത്തിൽ വാർത്ത വരുമ്പോൾ വഖഫ് ബോർഡ് പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞിട്ട് പല സംസ്ഥാനങ്ങളും ചില നിർദ്ദേശങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആളുകളെ പറ്റിക്കാൻ വഖഫ് ബോർഡിനെ, അതാത് സംസ്ഥാനത്തെ വഖഫ് ബോർഡിനെ നിയമിക്കുന്നത് ആരാ? സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ സർക്കാരുകൾ മാറുമ്പോൾ ഈ വഖഫ് ബോർഡ് ഇരിക്കുന്ന വഖഫ് ബോർഡിനെ പിരിച്ചുവിട്ടിട്ട് പുതിയ ആൾക്കാരെ വയ്ക്കും. ഇപ്പോൾ ചന്ദ്രബാബു നായിഡു ഇരിക്കുന്ന വഖഫ് ബോർഡിനെ പിരിച്ചുവിട്ടു, ഇനി പുതിയ ആൾക്കാരെ അദ്ദേഹം വയ്ക്കും. അപ്പോൾ ആ വഖഫ് ബോർഡ് പിരിച്ചുവിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ പിരിച്ചുവിടാൻ പറ്റില്ല, അത് സെൻട്രൽ ആക്റ്റാണ്, അതിങ്ങനെ സ്റ്റേറ്റിന് ഇല്ലാതാക്കാൻ പറ്റുന്നത്. ആളെ മാറ്റാൻ നിങ്ങൾക്ക്. ഇപ്പോൾ വഖഫ് ബോർഡ് പിരിച്ചുവിടുമ്പോൾ അതിനൊരു നോട്ടിഫിക്കേഷൻ ഇറങ്ങും. ദ ഫോളോയിങ് ബോർഡ് മെമ്പേഴ്സ് അടങ്ങുന്ന ആ ബോർഡ് ഈസ് ബീയിങ് ഡിസോൾവ്ഡ്, എ ന്യൂ ബോർഡ് വിൽ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഷോർട്ട്ലി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡിസോൾവ്ഡ് എന്ന് പറയുമ്പോഴാണ് ആൾക്കാർ ഇത് ആഘോഷിക്കുന്നത്. വഖഫ് ബോർഡ് പിരിച്ചുവിട്ടു. പിരിച്ചുവിടുകയാണ് വാസ്തവത്തിൽ, ബട്ട് വേറൊരെണ്ണം വയ്ക്കും. എന്തായാലും ഈ ശീതകാല സമ്മേളനം കഴിഞ്ഞ് ബജറ്റ് സമ്മേളനം ആകുമ്പോഴത്തേക്ക് ഇതിന് പൂർണ്ണമായൊരു പരിഹാരം ഉണ്ടാവും വഖഫ് പ്രശ്നങ്ങൾക്ക്? ഇല്ല, അങ്ങനെയൊന്നും പ്രശ്നമൊന്നും തീരില്ല. ഞാൻ പറഞ്ഞില്ലേ, ഭേദഗതി പാസ്സാക്കിയാൽ പോലും ഒരു ലിമിറ്റഡ് ഇമ്പാക്റ്റേ ഉണ്ടാകുന്നുള്ളൂ. ഭേദഗതി ഇപ്പോൾ പാസ്സാക്കിയിരുന്നു എന്ന് വെച്ചോ നരേന്ദ്രമോദി, അപ്പോഴും ഭാഗികമായ പരിഹാരമേ ആകുള്ളൂ. അല്ലാതെ ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ വഖഫ് ആക്ട് എടുത്ത് കളയുക. അപ്പോൾ ശാശ്വത പരിഹാരം ഉണ്ടാകുമ്പോൾ നമുക്ക് കാത്തിരിക്കേണ്ടി വരും അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.